ഹലോ, നമസ്കാരം. വീട്ടിൽ പോയിട്ട് വന്നുകൊണ്ട് ഒന്നും ഇരിപ്പില്ല, പച്ചക്കറികളൊന്നും ഇരിപ്പില്ല. അപ്പം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് കപ്പ വൈഫിൻ്റെ അമ്മ കൊടുത്തു വിട്ടാം. പിന്നെ ഇന്ന് കപ്പയും പുഴുങ്ങി മുളകും പൊട്ടിച്ച് ചിക്കൻ മേടിച്ചായിരുന്നു. അതിൽ നിന്നേലും ചെയ്ത് നോക്കാം. അപ്പോൾ കപ്പ പൊളിച്ചു കഴിഞ്ഞു. വേസ്റ്റ് ഒന്ന് ഞാൻ മാറ്റിയിട്ട് കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിനി അതൊന്ന് കഷ്ണങ്ങളാക്കട്ടെ. നമുക്ക് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി. ആ കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മുളക് പൊട്ടിക്കാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്, ഓഫ് ചെയ്ത് വെക്കാം. ഇനി മുളകിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉള്ളി എടുക്കുന്നുണ്ട്. ഒരു തട്ടിക്കൂട്ട് മുളകാണ്. മുളക് കഴുകി എടുത്തിട്ടുണ്ട്. ഇത്തിരി പുളിക്ക് വേണ്ടിയിട്ട് പുളിവെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും. മുളക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒറ്റ അടിയും കൂടെ അടിച്ചാൽ മതി. പ്ലാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. 2 ചിക്കൻ എടുത്ത് അങ്ങ് വറക്കാം. അപ്പം വറക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണല്ലോ മെയിൻ. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അങ്ങ് ഇടാം. റെഡി. നമ്മളിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്ത് വെച്ചത്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യും. കുറച്ച് തൈരും കൂടെ വേണം. ലേശം എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ചിക്കനെ ഇതെല്ലാം തേച്ച് പിടിപ്പിക്കുക. 10 മിനിറ്റ് ഒന്ന് സെറ്റാവാൻ വെക്കണം. അപ്പോൾ കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് എടുക്കാം. ചിക്കൻ വറക്കാനുള്ള പാൻ വെച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് നോക്കാവേ. ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് സവോള അരിഞ്ഞു വെച്ചേക്കാം, ആവശ്യം വരും. ഇപ്പോൾ ചിക്കൻ നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഡിന്നർ സെറ്റ്. ഈ മുളക് ചമ്മന്തിയും കൂടെ കൂട്ടി കൈയും കൂടെ കൂട്ടി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. ബൈ.